എനിക്ക് സ്കൂൾ അവധിയായോണ്ട് ഞാനിങ്ങനെ പാപ്പായെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുക. ഭാര്യയൊക്കെ അസുഖമായപ്പോഴേ അവളൊക്കെ ഉള്ള സമ്പത്തും നാട്ടുകാരിതൊക്കെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു പാവങ്ങള്. അപ്പൊ അതുകൊണ്ട് അവള് മുങ്ങും. മോളെ പോലും അവര് കാണാനൊന്നും വരത്തില്ല. ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീയാണ്. ഒരാളെ നിർത്തിയാൽ തന്നെ കുറെ പൈസ ആകത്തില്ലേ? ഇതിപ്പോ നല്ല ഹാർഡ് വർക്കാ. 12 മണി വരെ നമ്മൾ ചെയ്യണം. എന്നിട്ട് രാവിലെ 3 മണിക്ക് ഡയൽസിന് പോകും. സേവിങ്ങും ഉണ്ടായിരുന്നു, എല്ലാം തീർന്ന് ഇപ്പം നിക്കക്കണ്ണില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. എനിക്ക് സ്കൂൾ അവധിയായോണ്ട് ഞാനിങ്ങനെ പാപ്പായെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുക. ഒരാളെ നിർത്തിയാൽ തന്നെ കുറെ പൈസ ആകത്തില്ലേ? അതുകൊണ്ട് വാപ്പാട് സഹായിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുക. വാപ്പാക്ക് എന്തോ കിഡ്നിയുടെ എന്തോ. ഞാൻ ഇനി 8 ഞാനിവിടെ അപ്പം ദോശ ഇതൊക്കെ ഉണ്ടാക്കും, പക്ഷെ വാപ്പ എന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ഇപ്പൊ ഞാൻ കസ്റ്റമേഴ്സ് വരുമ്പോ ഈ സാധനമൊക്കെ എടുത്ത് കൊടുക്കത്തേ ഉള്ളൂ. അത് മാത്രമേ കിട്ടുള്ളൂ, വേറൊന്നും കിട്ടും. ട്യൂഷൻ ഉണ്ടായിരുന്നു. പള്ളിയുണ്ട് രാവിലെ, പിന്നെ ഉച്ചയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് വാപ്പാടെ കൂടെ വരും. രാത്രി ഒരു 11 മണി വരെയൊക്കെ ഇരിക്കും, അതിൽ കൂടുതൽ ഇരിക്കത്തില്ല. ഈ 5 വർഷമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതിനിടയ്ക്ക് പല പരിപാടി നോക്കി. നമ്മൾ ഈ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസാണ്. അപ്പം 3 ദിവസം ഡയാലിസ് ആയതുകൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് ഓരോ പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പരാജയപ്പെടുക. നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടം ചെയ്ത് പശുവിനെ വളർത്തി അങ്ങനെ പലവിധമായ പരിപാടികൾ നമ്മൾ കൈവെക്കാത്ത മേഖലയില്ലേ ഇപ്പോൾ 5 വർഷം കൊണ്ട്. പല പരിപാടി നോക്കി, ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല. കാരണം 3 പ്രാവശ്യം നമുക്ക് 4 ദിവസമേ ഉള്ളൂ ആഴ്ചയിൽ. 3 ദിവസം പോക്ക്, ആ 3 ദിവസത്തെ പരിപാടി ഡിലേറ്റാണ്. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കിടന്നു പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ദുബൈയിലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ അസുഖമായതുകൊണ്ട് നമുക്ക് പിന്നീട് പോകാൻ പറ്റത്തില്ലല്ലോ. ഡയാലിസും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ സമ്പത്ത് 4 വർഷം കൊണ്ട് ഇപ്പോൾ അങ്ങനെ 4 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വർഷമായി നമ്മൾ കണ്ടുപിടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നടുവേദനയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പം തന്നെ ഇത് പഞ്ചായത്ത് തന്നൊരു കടയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ നമ്മുടെ ദയനീയാവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ ഈ കട തരുന്നത്. അപ്പോൾ ഈ കടയെങ്കിലും കൊണ്ട് ഉപജീവന മാർഗം നടക്കണമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അത് നാട്ടുകാർക്ക് അത് മനസ്സിലായി. അവർ നമ്മുടെ അടുത്തേക്ക് നല്ല സാധനങ്ങൾ മേടിക്കാൻ വരുമെന്നുള്ള വിശ്വാസത്തില്ല. ഞാനും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായ കുക്കുണ്ട്, അദ്ദേഹവും ചെയ്യും. ചെയ്ത് നല്ല ഫുഡാണ് കേട്ടോ. നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വാങ്ങിയാൽ മതി. ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്ക് നമ്മുടെ ഫുഡ്. പരിസരങ്ങളിലുള്ള അത്രയും കച്ചവടവും നമുക്ക് വേണ്ട. നമ്മുടെ നിത്യ ചിലവ് നടന്നു പോകണം, ആ രീതിയിലുള്ള ഒരു കച്ചവടമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം 3 ദിവസത്തെ ഡയാലിസിസ് നമുക്ക് നടന്നു പോകണം. മകളുടെ ഫീസ്, പഠിത്തം, ഉമ്മയുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ പരിപാടിയിൽ നിന്ന് വേണം നടന്നു പോകാൻ. ഭാര്യയൊക്കെ അസുഖമായപ്പോഴേ അവളൊക്കെ ഉള്ള സമ്പത്തും നാട്ടുകാരിതൊക്കെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു പാവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവൾ മുങ്ങും. ഇനി നമുക്ക് എന്നും നാട്ടുകാർക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു നല്ല രീതിയല്ലല്ലോ. സഹായമൊക്കെ തന്ന് ചെറിയ രീതിയിലുള്ള ചെറിയ പൈസകളൊക്കെ തന്നിരുന്നു. 2-3 ലക്ഷം രൂപയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ ഈ അങ്ങനെ കിട്ടിയെങ്കിൽ തന്നെ പകുതി ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, പ്രഷർ കൂടും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നമ്മളത് സേവിങ്ങും ഉണ്ടായിരുന്നു, എല്ലാം തീർന്ന് ഇപ്പം നിക്കക്കണ്ണില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഡയാലിസിസ് ആണെങ്കിലും എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ആകെ ഡെസ്പെറേറ്റ്. ഇതിപ്പോൾ നല്ല ഹാർഡ് വർക്കാണ്. 12 മണി വരെ നമ്മൾ ചെയ്യണം. എന്നിട്ട് രാവിലെ 3 മണിക്ക് ഡയാലിസിന് പോകും. ഇതിപ്പോൾ 2 മണിയാകുമ്പോൾ തുടങ്ങും, ഉച്ചയ്ക്ക്. നല്ല ഇപ്പോൾ 6 മണിയാകുമ്പോൾ ചെയ്യാൻ പറ്റും. രാത്രി ഒരു 12 മണി വരെ കാണും. പുലർച്ചെ 3 ദിവസം ഡയാലിസിസ് ഉണ്ട്. ആ ദിവസങ്ങളിൽ നമുക്ക് 3 മണി 3:30 ആകുമ്പോൾ എണീച്ച് ഡയാലിസിന് പോകണം. 5 മണിയാകുമ്പോൾ അവിടെ സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെ ഹൈ റിസ്കിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പത്തനാപുരത്തുള്ള നാട്ടുകാർ നമ്മളടുത്ത് സഹകരിക്കുമെന്നാണ്. അവർ മുമ്പും ഇതുപോലെ സഹകരിച്ചിട്ടുണ്ട്, നമ്മളെ ചെറിയ രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സർജറിക്കുള്ള ഫണ്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. ചെറിയ തുക കൊണ്ടൊന്നും പറ്റത്തില്ല, നമുക്ക് ഡോണറെല്ലാം പുറത്തുനിന്ന്. അതുകൊണ്ട് വലിയ ഭീമമായ സംഖ്യ വേണ്ടി. നമുക്കിപ്പം നിത്യമായിട്ട് ഡയാലിസിന് പോകാനുള്ള പൈസ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ സർജറിയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ലല്ലോ. പോകുന്ന ഡയാലിസിൻ്റെ വേദനയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വലിയ സൂചി കുത്തി നമ്മൾ ഭയങ്കര പെയിൻ സഹിച്ചിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മകള് പല ആവശ്യങ്ങൾ പറയുന്നുണ്ട്. അവളിപ്പോൾ കുഞ്ഞാണ്, അവൾക്കങ്ങനെ ഡയാലിസിസ് എന്താണെന്ന് അത്രയും തിരിച്ചറിവായിട്ടില്ല. സ്കൂളിലെ സാധനങ്ങൾ വാങ്ങണം, അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം, അവർ ഹാർട്ട് പേഷ്യൻ്റാണ്. ഇതിനെല്ലാം ഞാൻ മരിക്കുന്നിടം വരെയെങ്കിലും അവർ സ്റ്റേണായിട്ട് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്.
സ്കൂള് തുറക്കാൻ വേണ്ടി ഇപ്പൊ സ്കൂൾ തുറക്കും, സ്കൂളിലെ ഇപ്പൊ ട്യൂഷൻ വിടണം, അങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങൾ, ബുക്ക് മേടിക്കണം, അങ്ങനെ പല പരിപാടികളുണ്ട്. ഇതിനേക്കാൾ സാഹചര്യമാണ് എൻ്റെ ഇപ്പൊ ഡയാലിസിന് ദിനം പ്രതി പോകുന്ന ചെലവുകൾ. അതിപ്പോ ഇഞ്ചക്ഷന്, അതേപോലെ തന്നെ അതിന്റെ ഡയലൈസർ പോകുന്ന ചെലവ്, അതൊക്കെ ഭീമമായ സംഖ്യയാണ്. മറ്റേത് എന്തെങ്കിലും കണ്ടെത്താം, ഇത് കണ്ടെത്താൻ സത്യത്തിൽ കഴിയുന്നില്ല. ഇപ്പൊ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ഓടുക. സത്യസന്ധമായി പറഞ്ഞാൽ അത് തന്നെ സത്യം. നമുക്ക് 3 ദിവസം ആഴ്ചയിൽ പോകേണ്ടത് വളരെ വേദനയുണ്ടല്ലോ. നമ്മളെ കൊണ്ടുപോകാനും ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് തിരിച്ചു വരിക. പശുവിനെയൊക്കെ വളർത്തും. കാരണം നമുക്ക് പിന്നെ നമ്മളെന്നും കൈനീട്ടി ശീലിച്ചൊരു ഇതല്ല, നമ്മളിങ്ങനെ കൈനീട്ടിയൊന്നുമില്ല. കൊച്ചുനാൾ മുതൽ അധ്വാനിച്ചുള്ള ജീവിതമാണ്. അപ്പം ഡയാലിസിസ് ആണെങ്കിലും നമ്മൾ പശുവിനെ വളർത്തി ജീവിച്ചു. നാട്ടുകാര് കുറച്ച് പൈസ തന്നിരുന്നു, ഇവിടുന്ന് കുറച്ച് എമൗണ്ട് വന്നായിരുന്നു. അത് ആ സമയത്ത് എന്നെ അവളൊന്ന് വന്നു. അപ്പം ഞാൻ ഐസിയിലായി. അപ്പോഴേ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അവളതും കൊണ്ട് മുങ്ങി. സത്യസന്ധമായ കാര്യം അതൊക്കെ. ഞാൻ ചോദിക്കാനൊന്നും പോയില്ല, പോകേണ്ടവർ രക്ഷപ്പെടട്ടെ. മോളെ പോലും അവർ കാണാനൊന്നും വരുത്തില്ല. അതിന് പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീയാണ്. ഇന്ന് പൊറോട്ടയുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, പോട്ടിയെ, ബീഫ് ഫ്രൈ, ഇത്രയൊക്കെ ഉണ്ട് ഇന്ന്. നമ്മൾ ഇനിയും ആൾക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ ഇനി ഐറ്റങ്ങൾ കൂട്ടും. മുടക്കാനില്ല, ഇതൊക്കെ കടം മേടിച്ചൊക്കെ ഇങ്ങനെ ചെയ്യുക. വേറൊരാളും ഉണ്ട്, അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇത് എന്തായാലും ഓടത്തില്ല, എനിക്കറിയാമല്ലോ തട്ടുകടയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പണിയെടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം. അതിനെങ്കിലും പണം എത്തണം നമുക്ക് ഇവിടെ നിന്ന്. നമ്മുടെ ഫുഡ് ഓക്കെയാണ്, ഒരു പ്രാവശ്യം നിങ്ങൾ വന്ന് കഴിച്ചു നോക്കണം. പൊറോട്ടയൊക്കെ നല്ല സ്റ്റോപ്പ് സാധനം. വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫുഡ് ഇവിടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഉള്ള സാധനത്തിൽ നമ്മൾ മായം ചേർക്കത്തില്ല. പ്യുവർ കറക്റ്റ് എങ്ങനെയാണോ നാട്ടിൽ കൊടുക്കുന്നത് ആ രീതിയിലേക്ക് കൊടുക്കും. കാരണം എൻ്റെ കിഡ്നിയെ പോയി, നാട്ടുകാരുടെ കൂടെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് കാര്യം ചെയ്താലും അങ്ങനെയാണ്. നമ്മൾ മായം എന്നുള്ള പരിപാടിയില്ല. വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരും, അതേപോലെ പ്യുവറായിട്ട് കൊടുക്കുക. അധികം ഒരു ലാഭം മതി. അതിന് നമ്മുടെ ഒരു തീരുമാനമാണ് അത്. അതിൻ്റെ അകത്ത് നമ്മളിത് പിറ്റേന്ന് വന്ന സാധനമൊന്നും കൊടുക്കാറില്ല, പ്യുവറായിട്ടുള്ള സാധനങ്ങളെ കൊടുക്കാറുള്ളൂ. മായം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കത്തില്ല. കാരണം കിഡ്നി പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന മറ്റൊരാൾക്ക് അറിയിക്കാൻ പറ്റില്ല. എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മായമില്ല, കിട്ടുന്ന ഭക്ഷണം പ്യുവറായിട്ടുള്ള ഭക്ഷണമായിരിക്കും. മതി സാറേ, കഠിനാധ്വാനമാണ്. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. വരുന്നുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലേ ഉള്ളൂ, ആൾക്കാരെ വരുമെന്ന പ്രതീക്ഷയാണ്.